Dear students, we are going to talk about the new subject Accountancy 3 for your third semester diploma in commercial practice. So far you have studied the basics of accountancy. Now you know how to prepare the profit and loss account of a sole trading concern. Okay? കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇൻട്രൊഡക്ഷൻ ജേണൽ മുതൽ ലെഡ്ജർ, ഡേ ബുക്സ്, ഫൈനൽ അക്കൗണ്ട്സ് എല്ലാം പഠിച്ചു. ഒരു പുതിയൊരു ടോപ്പിക്കിലേക്ക് പോകാം. നമുക്ക് ആ ടോപ്പിക്കിൻ്റെ ആ പുതിയ സബ്ജക്റ്റ് അക്കൗണ്ടൻസിയുടെ സിലബസ് ഒന്ന് നോക്കാം. നമുക്ക് നോക്കാം പുതിയ സിലബസ് അക്കൗണ്ടൻസി 3യുടെ സിലബസ്. കോഴ്സ് കോഡ് ഈസ് 3141. പീരീഡ്സ് പെർ വീക്ക് 6, പീരീഡ്സ് പെർ സെമസ്റ്റർ 90. 4 modules. First module is accounting of non-trading concern with 23 periods. അതിലെന്താണെന്ന് മനസ്സിലാക്കാം. അടുത്ത് അക്കൗണ്ടിങ് ഓഫ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് അല്ലെങ്കിൽ സിംഗിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയും, 22 പീരീഡ്സ്. തേർഡ് മോഡ്യൂൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് 23 പീരീഡ്സ്. ആൻഡ് ലാസ്റ്റ് മോഡ്യൂൾ കൺസൈൻമെന്റ് അക്കൗണ്ട് 22 പീരീഡ്സ്. അങ്ങനെ ആകെ 90 പീരീഡ്സ് ആണ് വരുന്നത്. ഇതിലെ ക്രെഡിറ്റ്സ് നോക്കുക, 6 ആണ് ക്രെഡിറ്റ്സ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഗ്രേഡ് കിട്ടുന്നത് കൂടി ഒന്ന് കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാവുന്നൊരു പേപ്പറാണ് അക്കൗണ്ടൻസി 3. നമ്മൾ ഫസ്റ്റ് ഇവിടെ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് ഓഫ് നോൺ ട്രേഡിംഗ് കൺസേൺ ആണ്. നമുക്ക് എന്താണെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. മോഡ്യൂൾ 1 അക്കൗണ്ടിങ് ഫോർ നോൺ ട്രേഡിംഗ് കൺസേണിൽ അണ്ടർസ്റ്റാൻഡ് നോൺ ട്രേഡിംഗ് കൺസേൺസ് അക്കൗണ്ട്, say the meaning of non-trading concern, describe receipts and payments account, income and expenditure account, list out the difference between receipts and payments account and income and expenditure account, prepare income and expenditure account, balance sheet from receipt and payments account and given details, prepare receipts and payments account from given income and expenditure account and other details. ഇത്രയും കാര്യങ്ങളാണ്, വളരെ കുറച്ച് കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന അക്കൗണ്ടിങ് ഫോർ നോൺ ട്രേഡിംഗ് കൺസേൺ അതിൽ നമുക്ക് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞു, ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞു, അക്കൗണ്ടൻസിയിൽ കുറച്ച് കാര്യങ്ങൾ എന്താണ് അക്കൗണ്ടൻസി, എങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു ഇതല്ലാത്ത ബിസിനസ് സ്ഥാപനം അല്ലാത്ത നോൺ ട്രേഡിംഗ് കൺസേൺ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാൻ നോക്കാം. അക്കൗണ്ടിങ് ഫോർ നോൺ ട്രേഡിംഗ് കൺസേൺ ഇസ് ദ ഫസ്റ്റ് മോഡ്യൂൾ യു ഹാവ് ടു സ്റ്റഡി. ഈ നോൺ ട്രേഡിംഗ് കൺസേൺ എന്താണെന്ന് പഠിക്കുന്നതിന് മുൻപ്, അതിന് അക്കൗണ്ടിങ് എന്താണെന്ന് പഠിക്കുന്നതിന് മുൻപ് നമുക്ക് ട്രേഡിംഗ് കൺസേൺ എന്താണെന്ന് പരിശോധിക്കാം. യു ആർ സ്റ്റഡീഡ് അബൌട്ട് വേരിയസ് ബിസിനസ് ഓർഗനൈസേഷൻസ്. ബിസിനസ് ഓർഗനൈസേഷൻസ് എന്ന് വെച്ചാൽ ഏതൊക്കെ വരിക? സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ്, അങ്ങനെ കുറേ സാധനങ്ങൾ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഓർഗനൈസേഷൻസിൻ്റെ എല്ലാം പൊതുവായ സ്വഭാവം എന്താ വെച്ചാൽ ദേ ആർ എൻഗേജ് ഇൻ ട്രേഡിംഗ് ആക്ടിവിറ്റീസ്. ട്രേഡിംഗ് ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ വാട്ട് ഇസ് ട്രേഡ്? എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇപ്പോൾ ബൈങ് ഓർ സെല്ലിംഗ് ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അത് വിൽക്കുമ്പോൾ കിട്ടുന്ന ആ ലാഭം, പ്രോഫിറ്റ് മാർജിനാണ് അതിൽ കിട്ടുന്നത്, ഏണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ദീസ് ഓർഗനൈസേഷൻസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ മേക്കിംഗ് പ്രോഫിറ്റ്. ആ ഒരു ഒബ്ജക്റ്റീവ്, ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലാണ്. ആ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അവർ എന്ത് ചെയ്യണം? ദേ വിൽ ഇൻവെസ്റ്റ് മണി ഇൻ ദ ബിസിനസ്. അതിന് നമ്മൾ വേറെ പേര് പറയും ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ക്യാപിറ്റൽ ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ സാധനം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ബിസിനസ് നടത്തിക്കൊടുക്കുക, അതിന് പ്രതിഫലമായ പ്രോഫിറ്റ് കിട്ടും. ഇതാണ് സാധാരണ ചെയ്യുന്നത്. ഇത്തരം കാര്യം ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യുന്നത്? ദേ ആർ യൂസിങ് വേരിയസ് റെക്കോർഡ്സ്. അക്കൗണ്ടിങ് ബുക്സ് കുറേ കാര്യങ്ങളുണ്ട്, കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജേണല്, ലെഡ്ജർ, കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാകുന്ന കാര്യം പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്തിട്ട് അവിടെ മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ മിനിറ്റ് ബുക്കുകളുണ്ട്, കുറേ റെക്കോർഡ്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് രജിസ്ട്രേഷൻ ഉള്ളതും രജിസ്ട്രേഷൻ ഇല്ലാത്തതുമായ കുറേ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഇതൊക്കെയാണ് ബിസിനസ് ഓർഗനൈസേഷൻസ്. ഇത് പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന ആ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വരുന്ന ലക്ഷ്യം എന്ന് വെച്ചാൽ, ഒരു ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? പ്രോഫിറ്റ് മേക്കിംഗ് എന്നാണ്. അവർ ഓണർ ഉണ്ടായിരിക്കും. ഓണർ എന്ന് വെച്ചാൽ ഉടമസ്ഥൻ്റെ പ്രൊപ്പറേറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ കമ്പനി ആണെങ്കിൽ ഷെയർ ഹോൾഡർ എന്ന് പറയാം, പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് എന്ന് പറയാം.
അപ്പോൾ അവർ ഉടമസ്ഥന്മാരുണ്ട്. ആ ഉടമസ്ഥന്മാരാണ് എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിന് പകരം ഒരു പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ അവർ കുറേ നമുക്ക് അറിയുന്ന കുറേ കമ്പനികളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമേഴ്ഷ്യൽ ബാങ്ക്സ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക്സ്, അങ്ങനെ കുറേ ബാങ്ക്സ് ഇതെല്ലാം ചെയ്യുന്നത് ബിസിനസ്സാണ്. ബാങ്കിങ് ബിസിനസ് ചെയ്യുന്നു. ഇൻഷുറൻസ് കമ്പനീസ് കുറേ ഉണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയിലുള്ളതായിരിക്കാം, അല്ല പ്രൈവറ്റ് ആയിരിക്കാം. അതെല്ലാം അവരെല്ലാം ചെയ്യുന്നത് ബിസിനസ്സാണ്. ഇപ്പോൾ ടെക്സ്റ്റൈൽ മില്ല്, സ്റ്റീൽ ഇൻഡസ്ട്രി, കുറേ കാര്യങ്ങൾ, ഷോപ്സ്, കുറേ കാര്യങ്ങൾ ചുറ്റുപാടും കാണുന്ന ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്, ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം ചെയ്യുന്നതെല്ലാം ദേ ആർ എൻഗേജിങ് ട്രേഡിങ് ആക്ടിവിറ്റീസ്. സർവീസ് ആയാലും മറ്റേ ഗുഡ്സ് ആയാലും അവിടെ ചെയ്യുന്നത് അവിടെ വിത്ത് ഒബ്ജക്റ്റീവ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്. അതാണ് വരുന്നത്. ആ പ്രോഫിറ്റ് മേക്കിംഗ് എന്നുള്ള ഒരു ഒബ്ജക്റ്റീവോട് കൂടിയിട്ട് വരുന്ന ആ സ്ഥാപനങ്ങളെ നമ്മൾ പൊതുവായിട്ട് പറയുന്നതാണ് ട്രേഡിംഗ് കൺസേൺ. ബിസിനസ് ഓർഗനൈസേഷൻ എന്നല്ല, പേരിന് മാറ്റി ട്രേഡിംഗ് കൺസേൺ. ട്രേഡ് ചെയ്യുന്ന ട്രേഡിംഗ് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഫേംസിന് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിന് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റ്സിന് എന്ന് പറയുന്ന ട്രേഡിംഗ് കൺസേൺ എന്നാണ് പറയുക. ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റും. ട്രേഡിംഗ് കൺസേൺ എന്ന് പറയുന്ന സ്ഥാപനങ്ങളെ പറ്റിയിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. There are some other organizations which are not established for making profit. പ്രോഫിറ്റ് മേക്കിംഗ് എന്നതിന് വേണ്ടി അല്ലാതെ ആരംഭിച്ചിട്ടുള്ള കുറച്ച് സ്ഥാപനങ്ങൾ അവിടെ നമുക്ക് കാണാം, സാധാരണ സാധിക്കും. അവരുടെ ഒരു ഉദ്ദേശം, ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഫോർ റെൻഡറിങ് സർവീസ് ടു ദ പബ്ലിക്, റെൻഡറിങ് സർവീസ് ടു ദ കമ്മ്യൂണിറ്റി, റെൻഡറിങ് സർവീസ് ടു ദ സൊസൈറ്റി. അപ്പോൾ അവിടെ അങ്ങനെ കുറച്ച് സർവീസ് മെൻറ്റാലിറ്റിയോട് കൂടിയിട്ട് സർവീസ് ചെയ്യുക എന്നുള്ള, സഹായിക്കുക എന്നുള്ള മോട്ടീവോട് കൂടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഈ പറയുന്ന സ്ഥാപനങ്ങൾക്ക് പൊതുവായിട്ട് പറയുന്ന പേരാണ് നോൺ ട്രേഡിംഗ് കൺസേൺ. എന്ന് വെച്ചാൽ പേരിനുണ്ട്, ദേ ആർ നോട്ട് എൻഗേജിങ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് മേക്കിംഗ് പ്രോഫിറ്റ്. അപ്പോൾ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് അല്ല ചെയ്യുന്നത്, അതായത് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് സർവീസ് അവിടെ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തില്ല, അവർക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നില്ല. അപ്പോൾ അവർ ആ മെമ്പേഴ്സിന് ആ എന്തിനു വേണ്ടിയിട്ടാണോ ആരംഭിച്ചിരിക്കുന്നത് ആ കാര്യത്തിന്, ആ അംഗങ്ങൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആർ സെറ്റപ്പ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് ആർട്ട് ആൻഡ് കൾച്ചർ ഇൻ ദ സൊസൈറ്റി. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, കലാപരമായ കാര്യങ്ങൾക്ക്, സാംസ്കാരികപരമായ കാര്യങ്ങൾക്ക്, അതിനൊക്കെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ആരംഭിച്ചിരിക്കുന്നത്. ദേ ആർ ഓൾസോ ഫോംഡ് ആസ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വാട്ട് ഈസ് ചാരിറ്റി? അവിടെ കാരുണ്യ പ്രവർത്തനങ്ങൾ, വളരെയധികം സഹായം വേണ്ട ആൾക്കാരെ സഹായിക്കുക, അല്ലെങ്കിൽ ഓർഫനേജ് ഉണ്ടാക്കുക, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കുക, അങ്ങനെ കുറേ സർവീസ്. ഇവിടെ പ്രോഫിറ്റ് എന്ന ലക്ഷ്യം തന്നെ വരുന്നില്ല, സർവീസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളെ പൊതുവായിട്ട് നോൺ ട്രേഡിംഗ് കൺസേൺ എന്ന് പറയും. അവിടെ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് നടക്കുന്നില്ല, ഗുഡ്സ് വാങ്ങിക്കുകയോ വിൽപ്പനയോ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഈ പറയുന്ന സ്ഥാപനങ്ങളെ പറ്റിയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ആ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആ ട്രേഡിംഗ് കൺസേൺ, നോൺ ട്രേഡിംഗ് കൺസേണിൻ്റെ വ്യത്യാസം നമുക്ക് ഇത് കൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരിക്കലും എന്തില്ല, പ്രോഫിറ്റ് മേക്കിംഗ് എന്നൊരു കോൺസെപ്റ്റ് തന്നെ വരുന്നില്ല, സഹായിക്കുക എന്നത് മാത്രമേ വരുള്ളൂ, റെൻഡറിങ് സർവീസ് എന്ന് മാത്രമേ വരുന്നുള്ളൂ. ദീസ് ആർ സം എക്സാമ്പിൾസ് ഫോർ നോൺ ട്രേഡിംഗ് കൺസേൺസ്. നോക്കുക എന്തൊക്കെയാണ് വരുന്നത്. ക്ലബ്സ്, അസോസിയേഷൻസ്, ലൈബ്രറീസ്. എന്താ ഈ പൊതുവായിട്ട് കാര്യങ്ങൾ വരുന്നത്? ക്ലബ്ബുകൾ, ആർട്സ് ക്ലബ്ബ്, സ്പോർട്സ് ക്ലബ്ബ്, റിക്രിയേഷൻ ക്ലബ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ അസോസിയേഷൻസ്, പലതരം സംഘടനകളുണ്ട്. അത് ലൈബ്രറി, പബ്ലിക് ലൈബ്രറി, നമ്മൾ സാധാരണ വായനശാലകൾ, പൊതു വായനശാലകളുണ്ട്, ഗ്രാമീണ വായനശാലകളുണ്ട്. ഇവിടെ ഒന്നും എന്തല്ല വരുന്നത്, ട്രേഡിംഗ് ആക്ടിവിറ്റീസ് നടക്കുന്നില്ല. ഇതെല്ലാം ആ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ആരംഭിച്ചിരിക്കുന്നത്. എന്തെങ്കിലും കാര്യങ്ങളാവാം, അവിടെ നേരത്തെ പറഞ്ഞ ആർട്സ്, സ്പോർട്സ്, അതുപോലെ എന്ത് കാര്യങ്ങളും, അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളായിരിക്കാം. അതുപോലെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ആയിരിക്കാം. അതുപോലെ പൊതുവായ കാര്യങ്ങൾക്ക് ആ സൊസൈറ്റിയിലുള്ള ജനങ്ങളുടെ, അതിൽ മെമ്പർമാരായ ആൾക്കാരുടെ പ്രൊമോഷൻ, ആ ആക്ടിവിറ്റീസിൻ്റെ അല്ലെങ്കിൽ കൾച്ചറൽ ആക്ടിവിറ്റീസിൻ്റെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസിൻ്റെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സ്ഥാപനം നിലനിൽക്കുന്നത്.
അതുപോലെ തന്നെ ദർ മേ ബി ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ചാരിറ്റി, സഹായിക്കുക, കാരുണ്യത്തോടു കൂടി പ്രവർത്തിക്കുക. അവിടെ ഓർഫനേജസ് ഉണ്ട്, ഒന്നും അനാഥരായ ആൾക്കാർ കുട്ടികളെ സഹായിക്കുക, അവിടെ ഓർഫനേജസ് ഉണ്ട്. ഒരുപാട് ഹോസ്പിറ്റലുണ്ട്, ചാരിറ്റി, അവിടെ സഹായിക്കുക, വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. സ്റ്റുഡൻസ് ഹോസ്റ്റൽസ് ഉണ്ട്, പല സ്കൂൾ മുതലുള്ള കോളേജ്, പലതരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇതെല്ലാം ശരിക്കും ചാരിറ്റിയിൽ വരുന്നതാണ്. നമുക്ക് സംശയം തോന്നാം എല്ലാ സ്ഥാപനങ്ങളും തന്നെയാണോ എന്ന്. പക്ഷെ അവിടെ എന്ത് പർപ്പസിലാണ് അവർ ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് നോക്കേണ്ടത്. ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ചാരിറ്റിക്ക് വേണ്ടി തുടങ്ങിയിട്ടാണ്. ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് കമ്പനിയായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും, അതിന് നമുക്ക് ഈ പറയുന്നതിൽ വരുന്നില്ല. കമ്പനീസ് ആക്ട് പ്രകാരമുള്ള അക്കൗണ്ടിങ് പ്രൊസീജിയറാണ് എടുക്കുന്നത്. ഒരു നോൺ ട്രേഡിംഗ് കൺസേൺ ആയി രജിസ്റ്റർ ചെയ്തെങ്കിൽ ചാരിറ്റി ആയിട്ടോ ക്ലബ്ബോ ഈ പറയുന്ന കാര്യങ്ങളോട് ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അക്കൗണ്ടിങ്ങിന് ആവശ്യം വരുന്നുള്ളൂ. കാരണം ഹോസ്പിറ്റലിൻ്റെ കേസ് നമുക്ക് സംശയങ്ങൾ വരാം. പല സ്ഥാപനങ്ങൾക്കും ഇതല്ലാതെ ഒരു കമ്പനി ഒരു പ്രോഫിറ്റ് മേക്കിംഗ് എന്ന ഒബ്ജക്റ്റീവ് ഇല്ലേ നമുക്ക് സംശയങ്ങൾ വരാം. അതിൻ്റെ വ്യക്തമായി അവരുടെ ബൈലോയിൽ പറഞ്ഞിട്ടായിരിക്കും, അതിന് ബൈലോ ഉണ്ടായിരിക്കും. അപ്പോൾ കമ്പനിക്ക് വരുന്ന ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനോ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനോ പോലെ ഇവിടെ ബൈലോ ഉണ്ടായിരിക്കും. വ്യക്തമായി എന്താണ് അവരുടെ പർപ്പസ്, ഒബ്ജക്റ്റീവ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് അനുസരിച്ച് ചെയ്യാം. അതുപോലെ വ്യത്യസ്തമായ വേറെ കുറച്ച് ഇതുണ്ട്. പ്രൊഫഷണൽ ഫേംസ് ഓഫ് ലോയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ആർക്കിടെക്ട്സ്, ഡോക്ടേഴ്സ് എക്സെട്ര. ഇവിടെ പറയുന്നത് ലോയർ, അഡ്വക്കേറ്റ്സ് ചെയ്യുന്നത് എന്താ സർവീസ് ചെയ്യുന്നത്, അവർ ലീഗൽ അഡ്വൈസ് കൊടുക്കുക ചെയ്യുന്നത് അവർ ക്ലയൻസിന്. ഒരു ചാർട്ടേഡ് അക്കൗണ്ട്സിന് ഓഡിറ്റ് ചെയ്യുന്നു, CA അവർ CAക്കാർ ഓഡിറ്റ് ചെയ്യുന്നു. ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവർ സർവീസാണ് വരുന്നത്, അക്കൗണ്ട് ഇൻസ്പെക്ട് ചെയ്യുന്നതാണ്. ആർക്കിടെക്ട്സ് ഡിസൈൻ പ്ലാൻ വരച്ചു കൊടുക്കുന്നു. ഡോക്ടേഴ്സ് ഡയഗ്നോസ് ചെയ്യുന്നു, അവർക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നു. പക്ഷെ ഇവരെല്ലാവരും ഇവിടെ ഈ പറയുന്ന സ്ഥാപനങ്ങളിലൊന്നും എന്ത് തന്നെയുള്ള വരുന്നില്ല. അവിടെ വിൽപ്പനയോ വാങ്ങലോ അല്ല, അവർ ഫ്രീ സർവീസ് എന്ന അർത്ഥം വരുന്നില്ല. അവർ ഫീസ് വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ ഫീസ് പറയുമ്പോൾ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ സാധാരണ വരുന്നൊരു ഒരു റെമ്യൂണറേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫീസ് മാത്രമാണ് അവർ വാങ്ങിക്കുന്നത്. കാരണം അവർ ചെയ്യുന്ന ഒരു സേവനമാണ് ചെയ്യുന്നത്. ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് വിൽപ്പനയോ വാങ്ങലോ ഒന്നും വരുന്നില്ല, ഒരു പ്രോഫിറ്റ് മാർജിൻ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇതേ തരത്തിലുള്ള സ്ഥാപനങ്ങളെ നമുക്ക് നോൺ ട്രേഡിംഗ് കൺസേൺ വിശേഷിപ്പിക്കാം. അവിടെ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ഇല്ല. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ അക്കൗണ്ടിങ് ആസ്പെക്ട് എടുക്കുമ്പോഴും ആ രീതിയിൽ വേണം നമുക്ക് എടുക്കാൻ. We may look for the features of non-trading concern. The first one is objective. What is objective of a non-trading concern? ഒരു നോൺ ട്രേഡിംഗ് കൺസേണിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചിരുന്നത് ടു റെൻഡർ സർവീസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് ടു ദ കമ്മ്യൂണിറ്റി ഓർ ടു ദ സൊസൈറ്റി. സമൂഹത്തിന് അല്ലെങ്കിൽ അംഗങ്ങൾക്ക്, ഈ ഓർഗനൈസേഷൻസിലെ അംഗങ്ങളായിട്ടുള്ളവർക്ക് സഹായിക്കുക, അവർ സഹായം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നോൺ ട്രേഡിംഗ് കൺസേൺ നിലവിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നോ ഇൻറ്റൻഷൻ ഓഫ് ഗെയിനിങ് പ്രോഫിറ്റ് മേക്കിംഗ് എന്നൊരു ലക്ഷ്യം തന്നെ ഈ നോൺ ട്രേഡിംഗ് കൺസേൺ ഇല്ല. കാരണം സർവീസ് മോട്ടീവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് മേക്കിംഗ്, പ്രോഫിറ്റ് ഏണിംഗ് എന്ന ലക്ഷ്യം നോൺ ട്രേഡിംഗ് കൺസേണിൻ്റെ ഫീച്ചറായി വരുന്നില്ല. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ്, ആരാണ് ഒരു നോൺ ട്രേഡിംഗ് കൺസേൺ മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഡേ ടു ഡേ അഫയേഴ്സ് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സാധാരണ ട്രേഡിംഗ് ഓർഗനൈസേഷൻസ് എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആരാണ്? ഓണേഴ്സാണ്, പ്രൊപ്പറേറ്റേഴ്സാണ്. ഒരു കമ്പനി ആണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സാണ്, പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ പാർട്ട്നേഴ്സാണ്. അപ്പോൾ അവിടെ ഉടമസ്ഥന്മാരുണ്ട്, ഓണേഴ്സ് ഉണ്ട്. ആ ഓണേഴ്സാണ് അവർ എല്ലാ കാര്യവും നോക്കുന്നത്. കാരണം തിരിച്ച് പ്രതിഫലമായിട്ടൊരു പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. പക്ഷേ നോൺ ട്രേഡിംഗ് കൺസേണിനെ സംബന്ധിച്ചോളം അത് മാനേജ് ചെയ്യുന്നത് അതിൽ ആരാണോ ഫോം ചെയ്തിരിക്കുന്നത് അവർ തന്നെയാണ്. കാരണം അവർ മെമ്പർമാരാണ്, അംഗങ്ങളാണ്. അംഗങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു കമ്മിറ്റി ആയിരിക്കും. ഒരു മാനേജിങ് കമ്മിറ്റിയോ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോ അല്ലെങ്കിൽ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രസ്റ്റിയോ ആയിരിക്കും, അല്ലെങ്കിൽ ട്രസ്റ്റ് ആയിരിക്കും ആ മാനേജ് ചെയ്യുന്നത്. അവർ മൊത്തം കാര്യങ്ങളെല്ലാം പരിശോധിക്കുകയും അതിൻ്റെ കണക്കുകൾ നോക്കുക, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അംഗങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ കമ്മിറ്റികളായിരിക്കും. അതുപോലെ തന്നെ നോൺ ട്രേഡിംഗ് ആക്ടിവിറ്റീസ്, ഈ നേരത്തെ പറഞ്ഞു നോൺ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ആർ നോട്ട് എൻഗേജിങ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ്. ട്രേഡിംഗ് ആക്ടിവിറ്റി, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അവിടെ വരുന്നില്ല. വിൽക്കലോ വാങ്ങലോ ഒന്നും അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നോൺ ട്രേഡിംഗ് കൺസേൺ എന്ന് പറയുന്നതിന് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ഇല്ല എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം.
ഈ ട്രേഡിംഗ് ആക്ടിവിറ്റീസിനോട് ബന്ധപ്പെട്ട് വരുന്ന വേറെ കാര്യമാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്, ക്രെഡിറ്റ് പർച്ചേസ്, ക്രെഡിറ്റ് സെയിൽ എന്നൊക്കെ പറയും. ഇവിടെ ട്രേഡിംഗ് ആക്ടിവിറ്റീസിനെ സംബന്ധിച്ചോളം അവർക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. കാരണം കസ്റ്റമേഴ്സിനെ നിലനിർത്തി കൊണ്ടുപോയാൽ മാത്രമേ ആ തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻസിന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. പക്ഷേ നോൺ ട്രേഡിംഗ് കൺസേൺ അങ്ങനൊരു ബിസിനസ് ഇല്ലാത്തതുകൊണ്ട്, ട്രേഡിംഗ് ആക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസിന് ആവശ്യമില്ല. അതുമാത്രമല്ല, ഇവരുടെ ഫണ്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന പുറമേ നിന്ന് കിട്ടുന്നതോ അല്ലെങ്കിൽ കടം വാങ്ങിക്കാനോ കടം കൊടുക്കാനോ കൊടുക്കുന്ന തരത്തിലുള്ളതായിരിക്കില്ല. ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമേ അവിടെ സാധ്യമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് സാധാരണഗതിയിൽ അലവ് ചെയ്യാറില്ല. സോഴ്സ് ഓഫ് ഇൻകം, എന്ത് വരുമാനമാണ് അല്ലെങ്കിൽ ഏത് മാർഗത്തിലുള്ള വരുമാനമാണ് നോൺ ട്രേഡിംഗ് കൺസേൺ ഉള്ളത്? ഈ സാധാരണ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ട്രേഡിംഗ് ഓർഗനൈസേഷൻ സംബന്ധിച്ചോളം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ആരും ഓണമസ് പ്രൊപ്പറേറ്റർ അല്ലെങ്കിൽ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലാണ് ദ ഫസ്റ്റ് സോഴ്സ് ഓഫ് ഇൻകം. അതുപോലെ തന്നെ ബാങ്ക്സ് ലോൺ എടുക്കാം, കുറേ കാര്യങ്ങളുണ്ട്, അഡ്വാൻസ് എടുക്കുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പോൾ തിരിച്ച് ബാങ്കുകളിൽ അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ തിരിച്ച് അവർക്ക് റിട്ടേൺ വരുന്നതുകൊണ്ടാണ് പറയുന്ന ലോൺ ധാരാളം കൊടുക്കുന്നത്. കാരണം അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാകും. പക്ഷെ ഇവിടെ നോൺ ട്രേഡിംഗ് കൺസേൺ സംബന്ധിച്ചോളം അതൊരു സാധ്യത കുറവാണ്. കാരണം ഇവിടെ ഈ പറയുന്ന ഓർഗനൈസേഷൻസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് അല്ലാത്തതുകൊണ്ട് തന്നെ ആ പ്രോഫിറ്റബിലിറ്റി എന്നൊരു അവസ്ഥ വരുന്നില്ല. ഇവിടെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഈ മെമ്പർമാർ, ഈ അംഗങ്ങൾ സ്വയം വളണ്ടറി ആയിട്ട് കൊണ്ടുവരുന്ന എമൗണ്ടാണ്, ഫണ്ടാണ്. അതിന് സബ്സ്ക്രിപ്ഷൻ വരിസംഖ്യ എന്ന് പറയും. അതുപോലെ തന്നെ ഡൊണേഷൻസ് വാങ്ങിക്കാം. അത് പബ്ലിക്കിൻ്റെ ഇരുന്നോ ആരെയും ഡൊണേഷൻസ് നല്ല നിയമപരമായ മാർഗത്തോട് വരുന്ന ഡൊണേഷൻസ് വാങ്ങിക്കാം. അതുപോലെ ഗവൺമെൻറ് അതുപോലെ പബ്ലിക് സ്ഥാപനങ്ങൾ തരുന്ന ഗ്രാൻഡ്സ് ഉണ്ടാക്കി അത് വാങ്ങിക്കാം. ഇതൊക്കെയാണ് ഒരു നോൺ ട്രേഡിംഗ് കൺസേണിൻ്റെ ഇൻകം സോഴ്സായിട്ട് നമുക്ക് കണക്കാക്കാവുന്നത്. അതുപോലെ തന്നെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ട്രേഡിംഗ് കൺസേൺ സംബന്ധിച്ചോളം അവർ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിങ്ങിലെ എല്ലാ അക്കൗണ്ട്സും കീപ്പ് ചെയ്യാറുണ്ട്. ഡബിൾ എൻട്രി ബുക്ക് കീപ്പിങ്ങിൽ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും. കാരണം എല്ലാ കാര്യങ്ങൾക്കും രണ്ട് ആസ്പെക്റ്റ്, ഡ്യുവൽ ആസ്പെക്റ്റ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അവിടെ ഡെബിറ്റും ക്രെഡിറ്റും വരുന്നുണ്ട്. ഓരോ ലെഡ്ജർ കീപ്പ് ചെയ്യുന്നുണ്ട്, ജേണലുണ്ട്, ലെഡ്ജറുണ്ട്, ഡേ ബുക്ക് ഉണ്ട്. ഇതെല്ലാം സാധാരണ ട്രേഡിംഗ് കൺസേണിൽ ബിസിനസ് ഓർഗനൈസേഷൻസ് വരാറുണ്ട്. അതുപോലെ ദീസ് നോൺ ട്രേഡിംഗ് കൺസേൺസ് ഓൾസോ ഫോളോ ദ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്. പക്ഷേ ഒരു നോൺ ട്രേഡിംഗ് കൺസേണിനെ സംബന്ധിച്ചോളം അത്രമാത്രം അക്കൗണ്ട്സിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. കാരണം ഇവിടെ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് അല്ല എന്നുള്ള ഒരു കാരണത്താൽ തന്നെ അത്രത്തോളം അക്കൗണ്ട്സിൻ്റെ ആവശ്യം ഇല്ല. പക്ഷേ ഇവർ സാധാരണ സൂക്ഷിക്കുന്ന ബുക്സ് എന്ന് പറയുന്നത് അവിടെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് വരുന്നുണ്ട്, മിനിറ്റ് ബുക്ക് വരുന്നുണ്ട്. പിന്നെ അക്കൗണ്ട്സിനോട് ബന്ധപ്പെട്ട് വരുന്ന ബുക്ക് എന്ന് പറയുന്നത് ക്യാഷ് ബുക്കാണ്. ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ക്യാഷ് ട്രാൻസാക്ഷൻസും ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഉൾപ്പെട്ട ക്യാഷ് ബുക്ക്, മുൻപ് പഠിച്ചിട്ടുള്ള അതേ ക്യാഷ് ബുക്ക് തന്നെ ഇവിടെ വരുന്നത്. ക്രോണോളജിക്കൽ ഓർഡർ ചെയ്ത് ക്യാഷ് ബുക്ക് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോ ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ്. ട്രയൽ ബാലൻസ് എന്ന് വെച്ചാൽ എന്താ? Trial balance is a statement prepared for ascertaining the arithmetical accuracy of ledger balance. ലെഡ്ജർ ഉണ്ടാക്കിയിട്ട് ആ ലെഡ്ജറിലെ ബാലൻസുകൾ ശരിക്കാണോ, ഡെബിറ്റും ക്രെഡിറ്റും മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ്. ഇവിടെ നോൺ ട്രേഡിംഗ് കൺസേൺ അങ്ങനെ ലെഡ്ജർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ പറയുന്നത് നോ നീഡ് ടു പ്രിപ്പയർ ട്രയൽ ബാലൻസ്. അടുത്തതായിട്ട് വരുന്നത് ക്യാപിറ്റൽ. നോ ക്യാപിറ്റൽ ഫോർ നോൺ ട്രേഡിംഗ് കൺസേൺ. ഇവിടെ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ടേമിന് പ്രസക്തി വരുന്നില്ല. കാരണം ഒരാളും ഇവിടെ ഉടമസ്ഥന്മാരില്ലാത്തതുകൊണ്ട് തന്നെ ഒരാളും ഇവിടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. നോൺ ട്രേഡിംഗ് കൺസേൺ ക്യാപിറ്റലിന് പകരമായിട്ട് ക്യാപിറ്റൽ ഫണ്ടാണുള്ളത്. ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത് നോൺ ട്രേഡിംഗ് കൺസേണിൽ വരുന്ന വരുമാനത്തിനെ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് സ്ഥിരമായ ഉപയോഗത്തിന് വേണ്ടി അവിടെ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ഇൻകത്തിനും ഒരു ഭാഗം ക്യാപിറ്റലൈസ് ചെയ്യും. ആ ക്യാപിറ്റൽ അല്ലാത്ത കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അപ്പോൾ ചെയ്യാവുന്ന എമൗണ്ടിനെ ക്യാപിറ്റലൈസ് കഴിഞ്ഞാൽ ഒരു എമൗണ്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ അവർ ലോങ് റണ്ണിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്യാപിറ്റലൈസ് ചെയ്യാറുണ്ട്. അതുപോലെ സർപ്ലസ്, ഒരു വർഷം ഓരോ വർഷവും കിട്ടിയിട്ടുള്ള സർപ്ലസ് കൊണ്ട് ഡെഫിസിറ്റ് ഉണ്ടായിരിക്കും. ആക്ടിവിറ്റി റിസൾട്ടിൽ ആ റിസൾട്ട് കിട്ടുന്ന സർപ്ലസ് അവിടെ ക്യാപിറ്റൽ ഫണ്ടിൽ ആഡ് ചെയ്യാറുണ്ട്.
അതുപോലെ തന്നെ ഈ സർപ്ലസ് ഡെഫിസിറ്റ്, ആ സർപ്ലസാണ് ഇത് ഇൻകം ആയിട്ട് വരുന്നത്. ആ ഇൻകത്തിന് സാധാരണ നമ്മൾ ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റീസ്, ട്രേഡിംഗ് കൺസേൺ വരുന്നത് ഉടമസ്ഥനെടുക്കാം. ഉടമസ്ഥൻ ആ പൈസ എടുക്കും, അവർ കമ്പനി ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നോൺ ട്രേഡിംഗ് കൺസേൺ അവിടെ അങ്ങനെ ലക്ഷ്യത്തോട് കൂടിയിട്ടല്ല ആ സ്ഥാപനത്തിലെ അംഗങ്ങൾ അവിടെ ഫണ്ട് കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ഒരു ഡിവിഡൻഡ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് വീണ്ടും ആ ക്യാപിറ്റൽ ഫണ്ടോട് കൂടി ചേർത്തിട്ട് അവിടെ തന്നെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. യൂട്ടിലൈസേഷൻ ഓഫ് ഇൻകം, ഈ ഇൻകം യൂട്ടിലൈസ് ചെയ്യുന്നത് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള സർവീസ് ഓറിയൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽഫെയർ ഓഫ് എ സൊസൈറ്റി നോക്കിയിട്ടുള്ള ആർക്കാണോ ആവശ്യം നീഡി പേഴ്സൺ കൊടുക്കുക എന്നുള്ള ആ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആർക്കും പുറത്തേക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ നോൺ ട്രേഡിംഗ് കൺസേൺ. Now we are looking to some First one is cash transactions. Cash transactions എന്ന് പറഞ്ഞാൽ അവിടെ ആക്ച്വൽ ക്യാഷ് പേയ്മെന്റ് ഓർ ക്യാഷ് റിസീപ്റ്റ് ആൻഡ് അക്രൂവൽ ബേസിസ്. ആക്ച്വൽ ക്യാഷ് എന്ന് പറയുന്നത് ക്യാഷ് കിട്ടിയതും കൊടുത്തതും വരുന്ന രണ്ട് കാര്യങ്ങൾ. അക്രൂവൽ എന്ന് പറയുകയാണെങ്കിൽ പേയബിൾ ഓർ റിസീവബിൾ, കിട്ടാനുണ്ട് അല്ലെങ്കിൽ കൊടുക്കാനുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ചേർന്നാണ് ക്യാഷ് ട്രാൻസാക്ഷൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചോളം ഒരു പീരീഡിൽ എത്രമാത്രം ക്യാഷ് ഫ്ലോ, അവിടെ ക്യാഷ് ഇൻഫ്ലോ ഓർ ക്യാഷ് ഔട്ട് ഫ്ലോ, എത്ര ക്യാഷ് അല്ലെങ്കിൽ എത്ര ഫണ്ട് സ്ഥാപനത്തിലേക്ക് വന്നു അല്ലെങ്കിൽ പുറത്തേക്ക് പോയി, ഇൻകം എത്രയാണ്, എക്സ്പെൻഡിച്ചർ എത്രയാണ് നമുക്ക് അക്കൗണ്ട് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ക്യാഷോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യത്തിൽ ആക്ച്വൽ ക്യാഷും അക്രൂഡ് ഇൻകം എന്ന് വെച്ചാൽ അവിടെ കിട്ടിയിട്ടില്ല, റിസീവബിൾ, അതും കൂടി കണക്കിലെടുത്താൽ മാത്രമേ ആക്ച്വൽ ഇൻകം കണ്ടുപിടിക്കാൻ പറ്റൂ. റെസിപ്റ്റ് എന്ന് പറയുന്നതും ഇൻകം പറയുമ്പോൾ കുറച്ച് കാര്യം വ്യത്യാസമുണ്ട്. അപ്പോൾ ആകെ ഒരു പീരീഡിൽ കിട്ടാനുള്ള ഇൻകം കൂടി കണക്കാക്കണമെങ്കിൽ അവിടെ അക്രൂവൽ ബേസ് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ക്യാഷ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന രണ്ട് കാര്യം ചേർന്നതാണ് എന്ന് മനസ്സിലാക്കാം. എങ്കിൽ മാത്രമാണ് അവിടെ ഒരു പീരീഡിലെ ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട് ഫ്ലോയും നമുക്ക് വേർതിരിച്ച്, ഇൻഫ്ലോ ബിസിനസ്സിനകത്ത് സ്ഥാപനത്തിനകത്തേക്ക് വന്ന തുക, അതുപോലെ ഔട്ട് ഫ്ലോ പുറത്തേക്ക് പോയ തുക, ഈ രണ്ടും നമുക്ക് ഒരുമിച്ച് കണക്കാക്കാൻ പറ്റുന്ന ക്യാഷ് ട്രാൻസാക്ഷൻ. We may classify the cash transactions as capital and revenue. Capital ട്രാൻസാക്ഷനും റവന്യൂ ട്രാൻസാക്ഷനും എന്ന് നോക്കുക. വീണ്ടും ക്യാപിറ്റൽ ട്രാൻസാക്ഷനെ ക്യാപിറ്റൽ റെസിപ്റ്റ്, അതുപോലെ ക്യാപിറ്റൽ പേയ്മെന്റ് എന്ന് നിലയ്ക്കും. റവന്യൂ ട്രാൻസാക്ഷനെ റവന്യൂ റിസീപ്റ്റ് എന്നും റവന്യൂ പേയ്മെന്റ് എന്നും രണ്ട് തരത്തിൽ നമ്മൾ അവിടെ ബൈഫർക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോന്നും ബൈഫർക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഓരോന്നും നമുക്ക് മനസ്സിലാക്കാം. ക്യാപിറ്റൽ റെസിപ്റ്റ് എന്താണ്? ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് വെച്ചാൽ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആർ എ നോൺ റിക്കറിംഗ് incoming cash flow into the business which leads to the creation of a liability, a debt to be paid in the future, and a decrease in company assets. That is resources that lead to capital gain. നമുക്ക് ആ എക്സാമ്പിൾ നോക്കി, ആദ്യം എക്സാമ്പിൾ നോക്കാം. അഡീഷണൽ ക്യാപിറ്റൽ, ലോൺസ് റിസീവ്ഡ്, സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ്. ഇവിടെയൊക്കെ പൊതുവായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ അഡീഷണൽ ക്യാപിറ്റൽ വരുമ്പോൾ ഒരു കുറച്ച് അവിടെ എമൗണ്ട് ഫണ്ട് വരികയാണ്. ആ ഫണ്ട് വരുമ്പോൾ, ക്യാഷ് വരുമ്പോൾ തന്നെ ക്യാപിറ്റലാണ് ഇറ്റ് ഇസ് റീപേബിൾ ടു ദ പ്രൊപ്പറേറ്റർ, ഓണർ, അല്ലേ? അതാണ് സാധാരണ വരുന്നത്. അപ്പോൾ ഇവിടെ ഇത് നോൺ ട്രേഡിംഗ് കൺസേണിൻ്റെ കാര്യം അത് എടുക്കേണ്ടത് പൊതുവായിട്ട് കാര്യമാണ്. അപ്പോൾ ക്യാപിറ്റൽ വരുമ്പോൾ അത് ക്യാഷ് ഇൻഫ്ലോ ആണ്, ക്യാഷ് വരുന്നുണ്ട്. അത് എപ്പോഴും വരുന്നില്ല, എപ്പോഴും എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും ക്യാപിറ്റൽ കൊണ്ടുവരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ നോൺ റിക്കറിങ് പറയുമ്പോൾ ആവർത്തിച്ച് വരുന്നത്, നോൺ റിക്കറിങ് ആവർത്തിച്ച് വരാത്ത തരത്തിലുള്ള ഇൻഫ്ലോ ഓഫ് ക്യാഷ് ആണ്. അതേസമയം അത് തിരിച്ചു കൊടുക്കേണ്ടതാണ്. പിന്നെ വരുന്നത് എന്താ, അത് ക്യാൻ ബി യൂസ് ഫോർ എ ലോങ് പീരീഡ്, ലോങ് റണ്ണിൽ കുറച്ചധികം കാലത്തേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചിലപ്പോൾ ലൈഫ് ലോങ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ബട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉപയോഗിച്ച് തീർക്കേണ്ട എമൗണ്ട് അല്ല ഇത്. ലോൺസ് റിസീവ്ഡ്, ബോറോ ചെയ്ത എമൗണ്ട്, അതും ഇമ്മീഡിയറ്റ് ആയി പർപ്പസിനല്ല, കുറച്ചധികം കാലത്തേക്ക് എന്തായാലും മോർ ദാൻ 1 ഇയർ അത് ഉപയോഗിക്കാൻ പറ്റും. സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, ഒരു അസറ്റ് ഉണ്ടായിരുന്നു, അസറ്റ് അത് വിറ്റു, അപ്പോൾ അസറ്റ് കുറഞ്ഞു, റെഡ്യൂസ് ചെയ്തു. അതിനോട് പറയുന്നത് നമ്മുടെ അസറ്റിൻ്റെ വാല്യൂ കുറയുകയാണ്, ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യാണ്. ഈ പറയുന്ന ലോങ് പീരീഡ് ഉപയോഗിക്കാവുന്ന ആ ഫണ്ടിനെ, ആ ഫണ്ടിൻ്റെ ഇൻഫ്ലോ അല്ലെങ്കിൽ ഇൻഫ്ലോ വെച്ചാൽ അകത്തേക്ക് വരുന്നത്,
ഫേമിനകത്തേക്ക് കൊണ്ടുവരുന്നത് അതിനെ നമുക്ക് ക്യാപിറ്റൽ റെസീപ്റ്റായി ട്രീറ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് ക്യാപിറ്റൽ പേയ്മെൻറ്റ്. ക്യാപിറ്റൽ പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ കുറച്ചധികം ക്യാപിറ്റൽ റെസിപ്റ്റ് പറഞ്ഞതിന് ഓപ്പോസിറ്റ്, കുറച്ചധികം കാലത്തേക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നടത്തുന്ന എക്സ്പെൻഡിച്ചർ നോക്കുക. ഇത് കൺസിസ്റ്റ് ഓഫ് ദോസ് എക്സ്പെൻഡിച്ചർ the benefit of which is carried over to several accounting periods. കുറച്ചധികം കാലത്തേക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന രീതിയിൽ നടത്തുന്ന ചെലവ്. ആ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയാൻ കാരണം നമ്മൾ സാധാരണയായി അക്കൗണ്ട് ചെയ്യുന്നത് ഒരു വർഷത്തേക്കായിരിക്കും. പക്ഷേ ഒരു വർഷത്തിലുള്ള അക്കൗണ്ടിങ്ങിൽ വരുന്ന കാലത്തേക്ക് മാത്രമല്ലാതെ ഒന്നിൽ കൂടുതൽ കാലത്തേക്ക് കൂടിയും ഈ പറയുന്ന ചെലവിൻ്റെ ഉപയോഗം ഉണ്ടായിരിക്കും എന്നർത്ഥം. ഒരു എക്സാമ്പിൾ, പർച്ചേസ് ആൻഡ് ഇൻസ്റ്റലേഷൻ ഓഫ് ഫിക്സ്ഡ് അസറ്റ്. ഒരു അസറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ താൽക്കാലിക ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള അല്ല, അത് കുറച്ചധികം കാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അസറ്റായിരിക്കും. അസറ്റ് വാങ്ങിക്കുമ്പോൾ തന്നെ അതിനോട് ബന്ധപ്പെട്ട ഇൻസ്റ്റലേഷൻ ചാർജസും നമ്മൾ സാധാരണയായിട്ട് ഈ പർച്ചേസ് കോസ്റ്റിൻ്റെ പർച്ചേസ് പ്രൈസിൻ്റെ കൂടെ ചേർത്തിട്ട് കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത് ആ ഇൻസ്റ്റലേഷൻ ചാർജും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ അത്രയും എമൗണ്ട് ക്യാപിറ്റൽ പേയ്മെൻറ്റായി പരിഗണിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന അസറ്റ് കുറച്ചധികം കാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും, ലോങ് റണ്ണിൽ ഉപയോഗിക്കാൻ പറ്റും. ഒരു ഷോർട്ട് പീരീഡ് അല്ല. ഷോർട്ട് പീരീഡിലാണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ പേയ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. ലോങ് പീരീഡ് ആയതുകൊണ്ട് അതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ നോക്കാം, it increases the earning capacity of the business and the benefit is not earned within one accounting period. ഈ പറയുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ആ ബിസിനസിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി. ഒരു പുതിയൊരു മെഷീനറി സ്ഥാപിച്ചു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടല്ല, കാരണം ആ ഫേമിൻ്റെ കപ്പാസിറ്റി, പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടാൻ പറ്റും. പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടിയാൽ കുറച്ചധികം കാലത്തേക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും, സെയിൽസ് കൂട്ടാൻ പറ്റും. അങ്ങനെ ഏണിംഗ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് പറയുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിങ് പീരീഡിലേക്കല്ല, ഒന്നിൽ കൂടുതൽ അക്കൗണ്ടിങ് പീരീഡ്, ചിലപ്പോൾ 5, 6, 10 വർഷത്തേക്കുള്ള ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ ഉപയോഗം, അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് തിരിച്ചു കിട്ടാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് എപ്പോഴും ചെയ്യുന്നതല്ല, എല്ലാ വർഷവും വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോൺ റിക്കറിങ് ഇൻ നേച്ചർ. ഓരോ പ്രാവശ്യവും ആവർത്തിച്ച് വരുന്ന ഡേ ബൈ ഡേ ആയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചറിന് റിക്കറിങ് എന്ന് പറയും. ഇത് നോൺ റിക്കറിങ് എക്സ്പെൻഡിച്ചറാണ് ക്യാപിറ്റൽ പേയ്മെൻറ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ക്യാഷ് ട്രാൻസാക്ഷൻസിൻ്റെ രണ്ടാമത്തെ റവന്യൂ ആണ്. റവന്യൂ എന്ന് പറയുന്നതിൽ ആദ്യത്തെ ഭാഗം റവന്യൂ റെസീപ്റ്റ്, റവന്യൂ വരുമാനം എന്ന് പറയാറുണ്ട് നമ്മൾ. റവന്യൂ റെസീപ്റ്റ് ഈസ് എ റെസീപ്റ്റ് ഓഫ് ഇൻകം വിച്ച് ഈസ് ഏൺഡ് ഡ്യൂറിങ് ദ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. സാധാരണയായി ബിസിനസ് നടത്തുമ്പോൾ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ വരുന്ന ഇൻകം, സാധാരണ വരുമാനം എന്താണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ്, ബാങ്ക് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഡെപ്പോസിറ്റ് നമ്മൾ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരു ബിസിനസ് സ്ഥാപനമാണ്, ട്രേഡിംഗ് ആക്ടിവിറ്റീസ് നടത്തുന്ന സ്ഥാപനമാണെങ്കിൽ സെയിൽ ഓഫ് ഗുഡ്സ് വരുന്നുണ്ട്. അതൊക്കെ ദൈനംദിനമായിട്ട് വരുന്ന ഒരു റെസീപ്റ്റാണ്. അതിനെല്ലാം നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് വരുന്ന ഈ ഇൻകത്തിനെ നമ്മൾ റവന്യൂ റെസീപ്റ്റ് എന്ന് പറയും. അത് റിക്കറിംഗ് ആണ്. റിക്കറിംഗ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്ന ഒരു വരുമാനമാണ്. എന്നും അല്ലെങ്കിൽ എല്ലാ മാസം വരുന്നതാണ്. പുതിയ ഓരോ വർഷത്തിൽ നിന്ന് പല തവണ വരാം. അതുപോലെ എല്ലാ വർഷം വരുന്നതാണ്. അത് തന്നെയാണ് റവന്യൂ റെസീപ്റ്റ് എന്ന് നമുക്ക്. അടുത്തതായി റവന്യൂ പേയ്മെൻറ്റ്, എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ മീറ്റിംഗ് ദ ഡേ ടു ഡേ അഫയേഴ്സ് ഓഫ് ദി ബിസിനസ്. ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന ചെലവ്, അതിന് റവന്യൂ പേയ്മെൻ്റ് ആണ്, റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ നേരത്തെ ക്യാപിറ്റൽ പേയ്മെൻ്റ് എന്ന് പറയുമ്പോൾ അത് എന്നും വരുന്നതല്ല, അത് നോൺ റിക്കറിംഗ് ആയിരുന്നെങ്കിൽ ഇവിടെ ദൈനംദിന ചെലവുകളാണ്. ദേ ആർ ഇൻകേർഡ് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ എക്സിസ്റ്റിംഗ് ഏണിംഗ് കപ്പാസിറ്റി. നേരത്തെ ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ പേയ്മെൻറ്റ് പറയുന്നത് എന്താ, ഏണിംഗ് കപ്പാസിറ്റി ഉയർത്താമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ കൂടുതൽ വർദ്ധിപ്പിക്കാനാണെങ്കിൽ ഇവിടെ എക്സിസ്റ്റിംഗ് ഏണിംഗ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനാണ്. മറ്റേത് അങ്ങനെയല്ല, അഡീഷണൽ ആയിട്ട് കപ്പാസിറ്റി ഉയർത്താനായിരുന്നെങ്കിൽ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ റിപ്പയേഴ്സ് പോലുള്ള കാര്യങ്ങൾക്കാണ് റവന്യൂ പേയ്മെൻ്റ് ആയി വരുന്നത്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എക്സ്പയർ വിതിൻ ദ ഇയർ ഓഫ് ഇറ്റ് സ്പെൻഡിങ്. ആ ചിലവാക്കിയ വർഷത്തേക്ക് ഷോർട്ട് പീരീഡിൽ വരുന്ന ചിലവ്, ഷോർട്ട് പീരീഡിലേക്ക് വേണ്ടി വരുന്ന ചിലവ്, അതാണ് റവന്യൂ പേയ്മെൻ്റ് ആയി വരുന്നത്. ഇറ്റ് ഈസ് റിക്കറിങ് ഇൻ നേച്ചർ. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും, ത്രൂ ഔട്ട് ദ പീരീഡ് ആവർത്തിച്ചുകൊണ്ടിരിക്കും.
ഫോർ എക്സാമ്പിൾ പേയ്മെന്റ് ഓഫ് സാലറി, റെന്റ്, അതുപോലെ ഇൻട്രസ്റ്റ് പേയ്മെന്റ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വരുന്ന വേജസ് പേയ്മെന്റ്, ഇതെല്ലാം എപ്പോഴും ആവർത്തിച്ച് വരുന്നതാണ്. സ്റ്റേഷനറീസ്, അതൊക്കെ റവന്യൂ പേയ്മെന്റ് ആണ്. ഡേ ടു ഡേ ബിസിനസ്സിൽ, ഡേ ടു ഡേ അഫയേഴ്സ് ഓഫ് ദി ബിസിനസ്സിൽ വരുന്ന ദൈനംദിന ചെലവുകളാണ് ഈ പറഞ്ഞ റവന്യൂ പേയ്മെന്റ് എന്ന് പറയുന്നത്. പുതിയൊരു ടേമാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ആ റവന്യൂ എക്സ്പെൻഡിച്ചർ തന്നെയാണത്. ഇറ്റ്സ് എ റവന്യൂ ആക്ച്വലി ഇറ്റ്സ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. പക്ഷേ എന്താ വരുന്നത്, ദ ബെനിഫിറ്റ് ഓഫ് വിച്ച് മേ ബി എക്സ്റ്റെൻഡഡ് ഓവർ എ നമ്പർ ഓഫ് ഇയേഴ്സ്. കുറച്ചധികം കാലത്തേക്ക്, അത് ക്യാപിറ്റൽ പേയ്മെന്റ് പോലെ തന്നെ കുറച്ചധികം കാലത്തേക്ക് അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ. അതെങ്ങനെ സംഭവിക്കുക? ഫോർ എക്സാമ്പിൾ, ഹെവി അഡ്വർടൈസ്മെന്റ് ചാർജസ്. അഡ്വർടൈസ്മെന്റ് ചാർജസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ റിക്കറിംഗ് ആണ്, അത് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വ്യക്തമാണ് അറിയാം. പക്ഷേ ഹെവി എമൗണ്ട് ഇൻ സ്പെൻഡ് ഫോർ അഡ്വർടൈസ്മെന്റ്, അങ്ങനെയാണെങ്കിൽ കുറച്ച് ഈ ഒരു പരസ്യത്തിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് അവർക്ക് വീണ്ടും വീണ്ടും ഓരോ ദിവസവും പരസ്യം കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കാലത്തേക്ക് ജനങ്ങളുടെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ മെമ്മറിയിൽ ഉണ്ടായിരിക്കും. നമ്മളെ ഹിൻഡൻസ് ഓഫ് നോളജ് റിമൂവ് ചെയ്യുന്നതാണല്ലോ അത് പരസ്യം. അങ്ങനെ വരുമ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ കൂടിയും ഒന്നിൽ കൂടുതൽ വർഷത്തേക്ക് അതിൻ്റെ ഉപയോഗം നമുക്കുണ്ടായിരിക്കും. അതിൽ പ്രിലിമിനറി എക്സ്പെൻസ് ഉണ്ട്. ഒരു പുതിയ ഒരു കമ്പനി ആരംഭിക്കുമ്പോൾ വരുന്ന ഒരു പ്രാരംഭിക ചെലവുകളാണ് പ്രിലിമിനറി എക്സ്പെൻസ് പറയുന്നത്. അതും കുറച്ച് കാലത്തേക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ടാവും. കാരണം ഫംഗ്ഷൻ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഈ പറയുന്ന ചെലവുകളെ സംബന്ധിച്ചോളം അത് റവന്യൂ ആണെങ്കിൽ കൂടിയും അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് കുറച്ച് വർഷത്തേക്ക് ഉള്ളതുകൊണ്ട് അത് കുറച്ച് വർഷങ്ങൾ കൊണ്ടാണ് അത് നമ്മൾ എഴുതി തള്ളുന്നത് അല്ലെങ്കിൽ അത് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഇതിനെ ഡെഫേർഡ് മാറ്റിവെക്കുകയാണ്. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുക. ദീസ് എക്സ്പെൻസസ് ആർ പ്രൈമറിലി ഓഫ് റവന്യൂ നേച്ചർ ബട്ട് നോട്ട് റിക്കറിംഗ്. പക്ഷേ റവന്യൂ എക്സ്പെൻഡിച്ചർ സ്വഭാവം റിക്കറിംഗ് ആണ്. പക്ഷേ ഇവിടെ നോൺ റിക്കറിംഗ്, കുറച്ച് കാലത്തേക്ക് വീണ്ടും വേണ്ടെന്ന് അർത്ഥം. ഇപ്പോൾ അഡ്വർടൈസ്മെന്റ് കൊടുത്തു, ഒരു 5 വർഷത്തേക്ക് വേണ്ട, പിന്നെ വീണ്ടും കൊടുക്കുക, അങ്ങനെയാണ്. അപ്പോൾ രണ്ടിനും ക്യാപിറ്റൽ പേയ്മെന്റിനും റവന്യൂ പേയ്മെന്റിനും ഇടയ്ക്കുള്ള അവസ്ഥയാണ്. പക്ഷേ അത് നമ്മൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങൾ അത് ക്യാപിറ്റൽ പേയ്മെന്റ് പോലെ ബാലൻസ് ഷീറ്റ് കാണിക്കും. സാധാരണ റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മൾ സാധാരണ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടാണ് കാണിക്കുമെങ്കിൽ ഇവിടെ ചെലവ് ചെയ്യാൻ അതിന് ബെനിഫിറ്റ് കിട്ടാനുള്ള ഭാഗത്തിൻ്റെ കണക്ക് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കൂടി വരും എന്നർത്ഥം. Then credit transaction. What is credit transaction? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ക്യാഷ് ഡീലിങ്സ് അവിടെ വരുന്നില്ല, ക്രെഡിറ്റിലാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. നോക്കുക, എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഈസ് എ ബിസിനസ് ട്രാൻസാക്ഷൻ വിച്ച് ഡസ് നോട്ട് ഇൻവോൾവ് എക്സ്ചേഞ്ച് ഓഫ് ക്യാഷ് അറ്റ് ദ ടൈം ഓഫ് ഒക്കറൻസ്. ആ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ക്യാഷ് ഡീലിങ്സ് വരുന്നില്ല. അവിടെ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് വരാം, പക്ഷേ എക്സ്ചേഞ്ച് ഓഫ് ക്യാഷ് വരുന്നില്ല. ക്യാഷ് കൊടുക്കാതെ ആ ഗുഡ്സ് കൈമാറുക ചെയ്യുന്നത്. പക്ഷെ അത് എന്നും കൊടുക്കില്ല എന്നല്ല അർത്ഥം. ബട്ട് ഈ സെറ്റിൽഡ് ഇൻ ക്യാഷ് അറ്റ് എ സബ്സിക്വന്റ് ഡേറ്റ്, പിന്നീട് അത് കൊടുക്കും. അപ്പോൾ തൽക്കാലം ആ ട്രാൻസാക്ഷൻ നടന്നു, ഒരു ഡീലിങ്സ് നടന്നു, ട്രേഡ് നടന്നു, പക്ഷേ ക്യാഷ് പേയ്മെന്റോ ക്യാഷ് റെസിപ്റ്റോ നടന്നിട്ടില്ല, ഇൻഫ്ലോ ഓഫ് ക്യാഷോ ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷോ നടന്നിട്ടില്ല, പക്ഷേ പിന്നീട് സെറ്റിൽ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ക്രെഡിറ്റ് പർച്ചേസ് ഓർ ക്രെഡിറ്റ് സെയിൽസ്. ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുമ്പോൾ പർച്ചേസ് ചെയ്തു ഗുഡ്സ്, പക്ഷേ ഗുഡ്സ് കിട്ടിയാലും അതിൻ്റെ എമൗണ്ട് കൊടുത്തിട്ടില്ല. ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുമ്പോൾ ഗുഡ്സ് സെയിൽ ചെയ്തു, പക്ഷേ അതിൻ്റെ എമൗണ്ട് കിട്ടിയിട്ടില്ല, പിന്നീട് പക്ഷേ സെറ്റിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ ക്യാഷും ക്രെഡിറ്റ് നമ്മൾ വ്യത്യാസം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. വ്യത്യസ്തമായൊരു കാര്യമാണ് അടുത്ത്, നോൺ ക്യാഷ് ഐറ്റംസ്. ക്യാഷേ വരുന്നില്ല, പക്ഷെ അവിടെ അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. Transactions in these accounts do not involve payment or receipt of cash. Nevertheless, they conform to the accounting definitions for expenses and revenues. നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലൊക്കെ വരാറുണ്ട്. അവിടെ വരുന്നത് ക്യാഷ് ഡീലിങ്സ് ഇല്ല, പക്ഷെ നമ്മളവിടെ അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഡിപ്രീസിയേഷൻ ഓഫ് ഫിക്സ്ഡ് അസറ്റ്. എന്താ ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ ഫിക്സ്ഡ് അസറ്റ്സിന്റെ തേയ്മാനം കൊണ്ട് കാലക്രമേണ വരുന്ന വിലയിൽ വരുന്ന റിഡക്ഷനാണ് വരുന്നത്. പക്ഷെ അവിടെ ക്യാഷ് വരും പോകുന്നുണ്ടോ? ഒന്നും പോകുന്നില്ല. അവിടെ പക്ഷെ നമ്മൾ അക്കൗണ്ട് ചെയ്യണം. അപ്പോൾ അക്കൗണ്ടിങ് ആസ്പെക്റ്റിൽ അത് വരുന്നുണ്ട്, പക്ഷെ ക്യാഷ് പേയ്മെന്റോ റിസീപ്റ്റോ ഒന്നും ഒരു ഇൻഫ്ലോ ഔട്ട്ഫ്ലോ വരുന്നില്ല. അതാണ് അവിടെ ഒരു ക്യാഷ് നോൺ ക്യാഷ് ഐറ്റംസ് എന്ന് പറയുന്നത്. അവിടെ നോക്കുക, അക്കൗണ്ട് ഡെഫിനിഷൻ ഫോർ എക്സ്പെൻസസ് ആൻഡ് റവന്യൂസ് ബിക്കോസ് ദേ അൾട്ടിമേറ്റ്ലി ഡിക്രീസ് ഓർ ഇൻക്രീസ് ഓണേഴ്സ് ഇക്വിറ്റി. അവിടെ അക്കൗണ്ടിൽ വെച്ച പ്രോഫിറ്റിന് ഉൾപ്പെടെ അത് അഫക്റ്റ് ചെയ്യും, ബാലൻസ് ഷീറ്റ് ഉൾപ്പെടെ അത് അഫക്റ്റ് ചെയ്യും. These are the final statements
prepared in respect of a non-trading concern. ഒരു ട്രേഡിംഗ് കൺസേൺ നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുള്ള സോൾ ട്രേഡിംഗ് കൺസേൺ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാറ്. പക്ഷെ ഇവിടെ നോൺ ട്രേഡിംഗ് കൺസേൺ ഒരു ബിസിനസ് കൺസേൺ അല്ലാത്തതുകൊണ്ട്, ട്രേഡിംഗ് ആക്ടിവിറ്റീസ് അല്ലാത്തതുകൊണ്ട് ഇവിടെ ആ തരത്തിലുള്ള ഒരു ലെഡ്ജറോ ഒന്നും വരാത്തതുകൊണ്ട് ട്രയൽ ബാലൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല ഇവിടെ. അതുകൊണ്ട് ഇവിടെ ഉണ്ടാക്കുന്നത് 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. മുൻപ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ആവശ്യം എന്ന് വെച്ചാൽ പ്രോഫിറ്റബിലിറ്റി ഓഫ് കൺസേൺ, എന്താണ് ഒരു പീരീഡിലെ അല്ലെങ്കിൽ ഒരു വർഷത്തെ ട്രേഡിംഗ് റിസൾട്ട് എന്നറിയാനാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. അതിന് പകരമായിട്ട് അതേ പ്രൊസീജിയർ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. കാരണം ഇവിടെ പ്രോഫിറ്റ് അല്ല ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ലോസ് അല്ല വരുന്നത്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് മറ്റുള്ള ബിസിനസ് ഓർഗനൈസേഷൻ അതേപോലത്തെ ബാലൻസ് ഷീറ്റാണ്. അവിടെ ഈ നേരത്തെ പറഞ്ഞു ക്യാപിറ്റൽ ഇല്ല, ക്യാപിറ്റൽ ഫണ്ടാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കാം. ഈ പുതിയ ടോപ്പിക്കിന്റെ ഒരു ഭാഗം നമ്മളിപ്പോൾ ഇന്ന് എടുത്തിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. അപ്പോൾ അത് നോക്കിയിട്ട് വീഡിയോ കണ്ടിട്ട് ക്ലാസ് കേട്ടിട്ട് നിങ്ങളുടെ സംശയങ്ങൾ വരികയാണെങ്കിൽ ചോദിക്കാം. ഒരു ആക്ടിവിറ്റി ഹോംവർക്ക് നിങ്ങൾക്ക് തരികയാണ്, നോക്കിയിട്ട് ആ ഹോംവർക്ക് ചെയ്യുക, എന്നിട്ട് എനിക്ക് അയക്കാം. ഇനിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. After reading this question, write a reply in a sheet of paper and send to me instead of sending Angel. We can discuss if you have any doubts in the next class. Thank you for listening this video. Okay, bye.